ഇപ്പോൾ നിയമസഭ ചേരുന്നുണ്ട്. സഭയിൽ എം പി രാജേഷ് സംസാരിക്കുന്നു. അതിലേക്ക് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഡീറ്റെയിൽ അനാലിസിസ്, ഫേസ്ബുക്ക് റിപ്പോർട്ട് എന്നിവയിലൂടെ ഈ വ്യാജ അക്കൗണ്ടിന്റെ നിർമ്മാതാവായ തിരുവനന്തപുരം ചെങ്കൽ സ്വദേശി എബിനെ അറസ്റ്റ് ചെയ്തു. നിലവിൽ പറഞ്ഞോ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞോ സർ, നിലവിൽ ഈ കേസ് അന്വേഷണ ഘട്ടത്തിലാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകൾക്ക് നേരെ അശ്ലീല പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്ന ഇയാൾക്കെതിരെ പാലക്കാട് ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 544/2023 പ്രകാരം മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സാർ, സ്ത്രീകൾക്കെതിരായി തുടർച്ചയായി അശ്ലീല പ്രചരണം നടത്തുന്ന ഒരു ആളെക്കുറിച്ചും അയാൾക്കെതിരായ എടുത്ത നടപടിയെക്കുറിച്ചും പറയുമ്പോൾ ഈ പ്രതിപക്ഷം ഇങ്ങനെ അസ്വസ്ഥരാകുമ്പോൾ മന്ത്രി എം പി രാജേഷ് സഭയിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് കാഫിർ പോസ്റ്റ് വിവാദവുമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു. ഇത് സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രി സഭയിൽ ഉന്നയിച്ചത്? ഈ വടകരയിലെ വർഗീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 2 പരാതികൾ ലഭിച്ചിരുന്നു എന്ന് നിയമസഭ എം പി രാജേഷ് അറിയിക്കുകയായിരുന്നു. വർഗീയ പ്രചരണം ഉള്ളടക്കം നീക്കം ചെയ്യാൻ ഫേസ്ബുക്കിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഇതിൽ മാത്യു കുഴൽനാടൻ MLA ഇതുമായി ബന്ധപ്പെട്ട് അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേസിൽ FIR ഇട്ടിട്ടുണ്ടോ, പ്രതികൾ ആരൊക്കെ, ഇതിനാണ് മറുപടി പറയേണ്ടത് എന്നുള്ള കാര്യം അറിയിച്ചു. ഇതിന് മറുപടിയായി എം പി രാജേഷ് പറഞ്ഞത് ഫേസ്ബുക്കിനോട് പ്രൊഫൈൽ വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അത് ലഭ്യമായാലേ തുടർ നടപടികൾ സാധ്യമാകൂ എന്നാണ്. വിഷയത്തെ ഗൗരവത്തോടെയാണ് സർക്കാരും പോലീസും കാണുന്നത്. മാത്രമല്ല, പോലീസ് സമയബന്ധിതമായി നടപടി സ്വീകരിച്ചു, വളരെ ഫലപ്രദമായി ഇടപെട്ടു, പരാതികൾ അന്വേഷണ ഘട്ടത്തിലാണ് എന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. സഭയിൽ ഈ കാര്യം സംബന്ധിച്ച് കാഫിർ പോസ്റ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ടോ? ചോദ്യോത്തരവേളയിലാണ് ഇങ്ങനെ ഒരു സംസാരം സഭയിൽ ഉണ്ടായത്. പക്ഷേ മന്ത്രി എം പി രാജേഷ് ഇതിനുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇടപെട്ട് മറുപടി പറഞ്ഞത് കൊണ്ടൊരു വലിയ ബഹളത്തിലേക്ക് പോയില്ല. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട് ഈ സംസാര വേളയിൽ തന്നെ സഭയിൽ ഒരു ഭരണപക്ഷം ഇതിനെ പ്രതിരോധിക്കാൻ ഒരു ആയുധമായി ഉപയോഗിച്ചു. ആ സമയത്ത് ഭരണ പ്രതിപക്ഷ ബഹളം നിയമസഭയിലുണ്ടായി. ഇപ്പോൾ ബഹളം മാറിയിട്ടുണ്ട്, തുടരുകയാണ്. ശരി ഹരികൃഷ്ണ, ഇതുമായി ഈ ചോദ്യവുമായി യാതൊരു ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക. കാഫിർ പോസ്റ്റ് വിവാദത്തിൽ പോലീസ് സമയബന്ധിതമായ നടപടിയാണ് സ്വീകരിച്ചത് എന്ന് മന്ത്രി എം പി രാജേഷ്. പരാതി അന്വേഷണ ഘട്ടത്തിലാണെന്നും ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ടെന്നും മന്ത്രി. വ്യാജ പ്രചരണങ്ങൾ വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ സാമൂഹിക മാധ്യമങ്ങളെ ദുരുപയോഗിക്കുന്നത് വളരെ വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത് എന്ന് ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ വ്യാപകമായിട്ടുള്ള നിലയിൽ ഈ ദുരുപയോഗം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ലഭ്യമായ വിവരമനുസരിച്ച് ശൈലജ ടീച്ചർക്കെതിരായി തന്നെ ഇത്തരം വ്യാജ പ്രചരണം നടത്തിയതിന് 17 കേസുകൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സാർ, ഇതിനെ സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഉടൻ തന്നെ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട് കണ്ടന്റ് റിമൂവലിനുള്ള നോട്ടീസ് നൽകിയിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിൽ കേസുകളിലെ മറുപടി പറയുന്നത് എന്ത് ശരിയാണ് സാർ? അതല്ലേ നടക്കുന്നത്? അപ്പൊ ചോദ്യം അതാണ്, എന്തുകൊണ്ട് ഭരണകക്ഷിയുടെ മുൻ MLA-ക്കെതിരായി കേസെടുത്തില്ല? ഇവിടെ പ്രചരിപ്പിച്ചതിന് ധാരാളം പേർക്ക് കേസെടുത്തായിട്ട് പറഞ്ഞു. മുൻ MLA-യുടെ ഫേസ്ബുക്ക് പേജിൽ ഇത് ഉണ്ടായിട്ടും ഉത്തരവാദിത്തപ്പെട്ട CPM നേതാക്കന്മാർ വർഗീയ ധ്രുവീകരണം നടത്താൻ വേണ്ടി ഇത് പ്രചരിപ്പിച്ചിട്ടും എന്തുകൊണ്ട് അവർക്കെതിരെ കേസെടുത്തില്ല എന്നാണ്. സാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു ദീർഘമായ സ്റ്റേറ്റ്മെന്റ് തന്നെ നടത്തി. സാർ, സ്ത്രീകൾക്കെതിരായ അശ്ലീല പ്രചരണത്തെ കുറിച്ച്, അതിന് ഒരു വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ചതിനെ കുറിച്ച് ഒരു വനിതാ അംഗം ഈ സഭയിൽ ഒരു ചോദ്യം ചോദിച്ചാൽ, സാർ, ഞാനതിന് മറുപടി പറയണ്ടേ? അതിന് മറുപടി പറയണ്ടേ? ഞാൻ പ്രതീക്ഷിച്ചത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഈ അശ്ലീല പ്രചരണത്തെ ഈ സഭ പ്രതിപക്ഷം ഒന്നടങ്കം പ്രതിപക്ഷവും കൂടി ചേർന്ന് അപലപിക്കുമെന്നാണ്. പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന പ്രതികരണമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഖേദപൂർവം അത് പറയട്ടെ. സർ, എന്താണ് ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് എന്തുകൊണ്ട് മുൻ MLA-ക്കെതിരെ കേസെടുത്തിട്ടില്ല എന്നാണ്. എന്താണ് സാർ ശ്രീമതി KK ലതിക അവരുടെ ഫേസ്ബുക്ക് പേജിൽ
കുറിച്ചത്? ഇതാണ് അവരുടെ വാചകങ്ങൾ, ഞാൻ വായിക്കാം. എന്തൊരു വർഗീയതയാണോ ഇത്? തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നമ്മുടെ നാട് നിലനിൽക്കണ്ടേ? ഇത്ര കടുത്ത വർഗീയത പ്രചരിപ്പിക്കരുത്. ഇത് വർഗീയത പ്രചരിപ്പിക്കുന്ന പോസ്റ്റാണോ അതോ അതിനെതിരായിട്ടുള്ള പോസ്റ്റാണോ? സാർ, അപ്പോ പിന്നെ ഇത് ആരാണ് സൃഷ്ടിച്ചത്? വടകരയിൽ ശൈലജ ടീച്ചർക്കെതിരായി ഇങ്ങനെ ഒരു പോസ്റ്റ് സൃഷ്ടിച്ചത് ആരാണ്? അതിന്റെ വിവരങ്ങളാണ് ഫേസ്ബുക്കിൽ നിന്ന് തേടിക്കൊണ്ടിരിക്കുന്നത്. അത് കിട്ടിയാൽ ഇപ്പൊ എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. കിട്ടിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പല തവണ ഇവിടെ ആവർത്തിച്ചത് പ്രതിപക്ഷം ചെവിക്കൊള്ളുന്നില്ല. ഇത് ആര് പ്രചരിപ്പിച്ചാലും ആര് സൃഷ്ടിച്ചാലും അവർക്കെതിരെ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ കിട്ടിയാൽ ഉടൻ കടുത്ത നടപടി നിയമാനുസൃതം.